ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അസ്രയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ, ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 3 പാർട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭാഗം കാണാത്തവർ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയാം. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരം കളയണ്ട. നമ്മൾ ഇന്ന് എടുക്കേണ്ട ഭാഗം നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ എന്ന പാടാണ്. 143 ഈ ഭാഗം വരുന്നത്. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 143 ആണ്. അപ്പോൾ ശ്രദ്ധിക്കാം. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ജൂൺ 7, 1952 1952 ജൂൺ 7 നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, എന്താണ് പറയുന്നത് നോക്കിയേ. റോഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഗിവൺ ദ ഹയസ്റ്റ് പ്രിയോറിറ്റി ഇൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഏരിയാസ്. വിതൗട്ട് ദം നത്തിങ് വി ഡു വിൽ ബി എഫക്റ്റീവ്. അതായത് റോഡുകൾക്കും അതുപോലെ തന്നെ വാർത്താവിനിമയത്തിനുമാണ് പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി നൽകേണ്ടത്, അല്ലെങ്കിൽ മുൻഗണന നൽകേണ്ടതെന്ന് പറയുന്നു. ഓക്കെ, വിതൗട്ട് ദം നത്തിങ് വി ഡു വിൽ ബി എഫക്റ്റീവ്. അപ്പോൾ അവയില്ലെങ്കിൽ നാം ചെയ്യുന്ന ഒന്നും എന്താവില്ല, അവിടെ ഫലപ്രദമാവില്ല. അപ്പം ഈ റോഡ്സും റോഡുകളും അതുപോലെ തന്നെ വാർത്താവിനിമയ സൗകര്യങ്ങളും ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്ത് കാര്യം ചെയ്താലും എന്തില്ല, അവിടെ എഫക്റ്റീവ് ആവില്ല എന്നാണ് ഫസ്റ്റ് പറയുന്നത്. It is clear that many things are needed such as schools, health services and cottage industries. അതുപോലെ തന്നെ അവിടെ വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എന്തൊക്കെയാ? സ്കൂളുകൾ വേണം, ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ വേണം, അതുപോലെ കോട്ടേജ് ഇൻഡസ്ട്രീസ്, കുടിൽ വ്യവസായങ്ങൾ വേണം. ഇങ്ങനെ പലതും അവിടെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ബട്ട് വി മസ്റ്റ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് വി ഡു നോട്ട് ഇൻ്റർഫിയർ ദെയർ വേ ഓഫ് ലൈഫ്. അപ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല, ഇടപെടുകയല്ല വേണ്ടത്. മറിച്ച് എന്താണ്? ഓൺലി ഹെൽപ്പ് ദം ടു ലിവ് അക്കോർഡിംഗ് ടു ദെയർ ഓൺ വേ എന്നാണ്. അവരവരുടെ രീതിയിൽ ജീവിച്ചോട്ടെ, അവരുടെ രീതിയിലനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അവരെ സഹായിക്കാൻ മാത്രമേ നമ്മൾ ചെയ്യാത്തൂ എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം എന്നാണ് നെഹ്റു പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ നെഹ്റുവിൻ്റെ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ അവർക്ക് അടിസ്ഥാനമായിട്ട് റോഡുകളും വാർത്താവിനിമയ സൗകര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസൊക്കെ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതാണ്. എങ്കിലേ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ഫലപ്രദമാവുള്ളൂ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പാരാഗ്രാഫിലേക്ക് വരാം. ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കമ്മീഷൻസ് വർ ഫോംഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊട്ടക്ടിംഗ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഫ്രം ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ബ്രിങ് ദം ടു ദ മെയിൻ സ്ട്രീം ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ ഈ കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നൊക്കെയാണ് സംരക്ഷണം കൊടുക്കേണ്ടത് അവർക്ക്. അതുപോലെ അവരെന്ത് ചെയ്യണം? സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, അല്ലേ? അതാണ് അവിടെ പറഞ്ഞത്, ബ്രിങ്ങിങ് ദം ടു ദ മെയിൻ സ്ട്രീം ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നൊക്കെയാണ് ഈ കമ്മീഷൻ്റെ ലക്ഷ്യം. അപ്പം പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും ഇതാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രൊട്ടക്ട് ദെയർ കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ആൻഡ് ഐഡൻറ്റിറ്റീസ് അലോങ് വിത്ത് ദിസ്. ബോത്ത് ദ കമ്മീഷൻസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 2004. അപ്പോൾ നമ്മൾ പറഞ്ഞു, ചൂഷണങ്ങളിൽ നിന്നും വിവേചനങ്ങളിൽ നിന്നൊക്കെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ ഇതൊക്കെ നമ്മൾ പറയല്ലേ, ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് അവരുടേതായ തനതായ ഒരുപാട് രീതികളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ 2 കമ്മീഷനുകളും നിലവിൽ വന്നത് 2004. The commission consists of a chairperson, a vice chairperson and 3 other members. അപ്പോൾ കമ്മീഷനിൽ ആരൊക്കെയല്ല, നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ കമ്മീഷനിലെ അംഗങ്ങളെയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ അംഗങ്ങളെ നമ്മൾ പഠിച്ചു വെക്കുക. എപ്പോഴും നിലവിൽ വന്നു, എത്ര പേരാണ് അംഗങ്ങളുള്ളതെന്നൊക്കെ നോക്കുക. ഓക്കെ, നോക്കിയേ, ഒരു ചെയർപേഴ്സൺ ഉണ്ട്. ഓക്കെ, ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും പിന്നെ 3 അംഗങ്ങളുമാണുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ദ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ, a vice chairperson and 3 other members. The members of the commissions are appointed by the President of India. അപ്പോൾ ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധിയാണ് നെക്സ്റ്റ് പറയുന്നത്. ദ മെമ്പേഴ്സ് ടേം ഇൻ ഓഫീസ് ഈസ് 3 years. അപ്പോൾ അവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. SC and ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. ദ SC and ST Prevention of Atrocities Act came into force with the objective of the prevention of atrocities against the SCs
and STs, establishing special codes for handling such crimes and taking steps for their well-being and rehabilitation. അപ്പോൾ നോക്കാം എന്താണ് അവിടെ പറയുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, അതുപോലെ തന്നെ അവർക്കെതിരെ ഉണ്ടാവുന്ന ആക്രമണങ്ങളും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക. ദെൻ അവരുടെ പുനരധിവാസം പോലെയുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശത്തോടെ നിലവിൽ വന്ന നിയമമാണെന്ത്, പട്ടികജാതിക്ക് പട്ടികവർഗ നിയമം 1989. ഓക്കെ, ഒന്നുകൂടി നോക്കാം. The SC and ST Act came into force with the objective of the prevention of the atrocities. അപ്പോൾ മെയിനായിട്ട് ഈ നിയമത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ പുനരധിവാസം അതുപോലെ അവർക്ക് വേണ്ടി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഉദ്ദേശങ്ങളൊക്കെ മുന്നിൽ വെച്ചിട്ട് വന്ന നിയമമാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ദി ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ the year 1989. This act defines the atrocities and crimes committed against the SC/ST sections, prescribes the punishment for those who commit such crimes and stipulates the process of their rehabilitation. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാണ് 1989 ഈ നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗം SC-ക്കും ST-ക്കും എതിരെയുള്ള അതിക്രമങ്ങളും അതിലെ നിയമലംഘനങ്ങളും എന്താണെന്നും അതുപോലെ തന്നെ ഈ ക്രൈം ചെയ്യുന്ന ആൾക്കാർക്കുള്ള ശിക്ഷാ നടപടികൾ എന്തെല്ലാമെന്നൊക്കെ അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ അവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണമെന്നൊക്കെ വ്യവസ്ഥ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിലാണ്, ഈ നിയമത്തിലാണ് വ്യവസ്ഥ ചെയ്യുന്നത് ഈ നിയമത്തിലാണ്. ഓക്കെ, ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻസ് ഫങ്ഷൻസ് ആണ് നമ്മളിനി നോക്കുന്നത്. അതിൻ്റെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ചുമതലകളാണ്. അവർ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, എൻക്വയർ ഇൻ ദ കംപ്ലൈൻറ്റ്സ് റിഗാർഡിംഗ് ദ അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഈ പറഞ്ഞ ഷെഡ്യൂൾഡ് കാസ്റ്റിലും ഷെഡ്യൂൾഡ് ട്രൈബ്സിലും പെടുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാർക്കെതിരെയുള്ള അട്രോസിറ്റീസ്, അതായത് അതിക്രമങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയ പരാതികൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായിട്ട് അവർക്കെതിരെയുള്ള അതിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, കോർഡിനേറ്റ് ദ എഫേർട്ട് ഫോർ ദ വെൽഫെയർ പ്രൊട്ടക്ഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ജനങ്ങളുടെ വെൽഫെയർ, അവരുടെ ക്ഷേമം, പ്രൊട്ടക്ഷൻ സംരക്ഷണം, അതുപോലെ തന്നെ ഗ്രോത്ത് ഉന്നമനം ഇത് തുടങ്ങിയവ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. Submit reports to the governments on the challenges faced by the scheduled caste and scheduled tribes and their suggestions for their remedies. അപ്പോൾ ഈ പറഞ്ഞ SC/ST പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ സമൂഹത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ, ചലഞ്ചസ് പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ആർക്ക് നൽകുക, സർക്കാരുകൾക്ക് നൽകുക എന്നുള്ളതാണ് തേർഡ് പോയിന്റ്. ആൻഡ് ദ ഫൈനൽ വൺ, evaluate the effectiveness in the functioning of the constitutional provisions and laws for the welfare of the scheduled caste and scheduled tribes. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥകളും അതുപോലെ തന്നെ നിയമങ്ങളും കാര്യക്ഷമമായിട്ട് നടപ്പിലാവുന്നുണ്ട് എന്ന് വിലയിരുത്തുന്നതും കൂടി ഇവരുടെ ചുമതലയാണ്. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ള 4 പോയിന്റ്സ് ആണ്. നന്നായിട്ട് പഠിച്ചു വെക്കണേ. ഓക്കെ, ഡെമോക്രസി ഈസ് കംപ്ലീറ്റ് ഓൺലി വെൻ ഇറ്റ് എൻഷൂർസ് ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ socially marginalized sections of people in the course of history. Their traditional knowledge and cultural should be protected in their original form while ensuring their inclusion in the modern society. അതായത് ജനാധിപത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ജനവിഭാഗങ്ങളുടെ സജീവമായ പങ്കാളിത്തമൊക്കെ ഉറപ്പുവരുത്തുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദെയർ ട്രഡീഷണൽ നോളജ് ആൻഡ് കൾച്ചർ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. അവർക്ക് അവരുടേതായ പാരമ്പര്യമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള അറിവുകളും അവരുടേതായ സംസ്കാരങ്ങളും അവരുടേതായ വൈവിധ്യമാർന്ന ഒരുപാട് കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നഷ്ടപ്പെട്ടു പോവാതെ ഈ ആധുനിക സമൂഹത്തോടൊപ്പം തന്നെ ചേർത്ത് നിർത്തണം എന്നാണ് പറയുന്നത്. ദെയർ ട്രഡീഷണൽ നോളജ് ആൻഡ് കൾച്ചർ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഇൻ ദെയർ ഒറിജിനൽ ഫോം വൈൽ എൻഷുറിംഗ് ദെയർ ഇൻക്ലൂഷൻ ഇൻ ദ മോഡേൺ സൊസൈറ്റി. ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കമ്മീഷൻസ് ആക്സലറേറ്റ് ദിസ് പ്രോസസ് ആൻഡ് സ്ട്രെങ്തൻ ദ ഡെമോക്രസി. അപ്പോൾ ഈ പറഞ്ഞ പട്ടികജാതി കമ്മീഷൻ പട്ടികവർഗ കമ്മീഷൻ എന്നിവയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ
എന്ത് ചെയ്യാണ്, ജനാധിപത്യത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഇവരുടെ തനതായ പാരമ്പര്യം, അവരുടെ അറിവുകൾ, അവരുടെ സംസ്കാരത്തിൻ്റെ തനിമ ഇതൊന്നും നഷ്ടപ്പെട്ടു പോകാതെ അവർക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ തടയാനുള്ള എല്ലാ വ്യവസ്ഥകളും ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടി നിലനിൽക്കുന്ന മറ്റൊരു സ്ഥാപനമാണ്. ഓക്കെ, ഇത്രയും കാര്യമാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനുള്ളത്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതായത് NCBC, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഇതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. നോക്കുക, ഡോക്ടർ BR അംബേദ്കറിന്റെ സ്പീച്ചിലെ കുറച്ച് വരികൾ അവിടെ ഉണ്ട്, നമുക്കത് വായിച്ചിട്ട് പോവാം. ഓക്കെ, എഡ്യൂക്കേഷൻ ഷുഡ് ബി മെയ്ഡ് ആക്സസിബിൾ ടു ഓൾ. ദ പോളിസി ഓഫ് ദ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു മേക്ക് ഹയർ എഡ്യൂക്കേഷൻ ആസ് അഫോർഡബിൾ ആസ് പോസിബിൾ ഫോർ ദ പീപ്പിൾ ബിലോങ് ടു ദ ബാക്ക്വേർഡ് ക്ലാസ്സസ്. അതായത് ആദ്യം തന്നെ പറയുകയാണ്, വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ നിലയിലേക്ക് കൊണ്ടുവരണം. അപ്പം ആ സമയത്ത് എല്ലാവർക്കും നമുക്ക് നമ്മൾ മുമ്പത്തെ ഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ബാക്ക്വേർഡ് ക്ലാസ്സസ് ആയാലും എന്ത് കിട്ടണം, എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം, അടുത്ത വരി, ദ പോളിസി ഓഫ് ദ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു മേക്ക് ഹയർ എഡ്യൂക്കേഷൻ ആസ് അഫോർഡബിൾ ആസ് പോസിബിൾ ഫോർ ദ പീപ്പിൾ ബിലോങ് ടു ദ ബാക്ക്വേർഡ് ക്ലാസ്സസ്. അതായത് പിന്നോക്ക വിഭാഗം ജനങ്ങൾക്ക് എന്ത് കിട്ടണം, ഉന്നത വിദ്യാഭ്യാസം കിട്ടണം. അതുകൊണ്ട് തന്നെ ഈ ഉന്നത വിദ്യാഭ്യാസമൊക്കെ എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുമോ അത്രയും ചെലവ് കുറഞ്ഞതായിരിക്കണം, അതായിരിക്കണം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നയം എന്നാണ് പറഞ്ഞത്. ചെലവ് ചുരുക്കുക, അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം ചെലവ് കുറഞ്ഞതാക്കിയിട്ട് ഈ ബാക്ക്വേർഡ് ക്ലാസ്സസിന് കൂടി അഫോർഡബിൾ ആവുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതായിരിക്കണം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നയം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇഫ് ഓൾ ദീസ് കമ്മ്യൂണിറ്റീസ് ആർ to be raised to equality, the only way out is to give special consideration to the backward section. അപ്പം സമൂഹം മുഴുവൻ ഇല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി, ഈ സമുദായങ്ങളെ മുഴുവൻ ഇക്വാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ സമത്വത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനൊരു വഴി കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഇവർക്ക്, അതായത് ഈ ബാക്ക്വേർഡ് ക്ലാസ്സസിന് എന്ത് കൊടുക്കണം, പ്രത്യേക പരിഗണന കൊടുക്കുക എന്നുള്ളതാണെന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ സ്പീച്ചിൽ കാണാൻ പറ്റുന്നത്. ഇനി നമുക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഓക്കെ, ദ നാഷണൽ കമ്മീഷൻ for backward classes was established with the objective of the uplift of the socially and economically backward sections. അതായത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ സ്ഥാപിച്ചത് എന്തിനാണെന്ന് വിചാരിച്ചാൽ രാജ്യത്തിൽ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. Submitting suggestions to address the backwardness of the socially and economically backward sections is also a responsibility of the commission. അതായത് സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോട്ട് നിൽക്കുന്ന വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നത് ഈ കമ്മീഷന്റെ ഒരു ചുമതലയായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ദ കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1993. എപ്പോഴാണ്? 1993 കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ, എ വൈസ് ചെയർപേഴ്സൺ ആൻഡ് 3 members. ഇതിൽ എത്രയാണ് അംഗങ്ങളുള്ളത്? ഒരു ചെയർപേഴ്സൺ ഉണ്ട്, ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, അതുപോലെ തന്നെ 3 അംഗങ്ങളുണ്ട്. ദെൻ ദ മെമ്പർ ഓഫ് ദ കമ്മീഷൻ ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതായത് മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ, അതായത് അംഗങ്ങളെ ആരാണ് നിയമിക്കുന്നത്? കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദെൻ നെക്സ്റ്റ്, ദ ഒഫീഷ്യൽ ടേം ഓഫ് ദ മെമ്പേഴ്സ് ഈസ് 3 years. അപ്പം ഇവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ദെൻ ദ കമ്മീഷൻ റിസീവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഇൻ 2018. അപ്പം 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഫങ്ഷൻസ് ആണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തേത് എന്താ നോക്കിയേ, സബ്മിറ്റ് റിപ്പോർട്ട് ടു ദ ഗവൺമെന്റ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് സിസ്റ്റം ഫോർ ദ വെൽഫെയർ ഓഫ് ദ ബാക്ക്വേർഡ് ക്ലാസ്സസ്. അതായത് ഈ പറഞ്ഞ പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള വിവിധ സംവിധാന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ആർക്ക് സമർപ്പിക്കണം? സർക്കാരിന് സമർപ്പിക്കുക. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. നമ്മൾ മുന്നത്തെ കമ്മീഷൻസ് പഠിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരുപാട് ഭാഗങ്ങൾ സെയിം ആയിട്ട് തോന്നാം. നമ്മുടെ അംഗങ്ങൾ, അതുപോലെ അംഗങ്ങളെ നിയമിക്കുന്നത്, അതുപോലെ ഫംഗ്ഷൻസിൽ നമുക്ക് ഭയങ്കര സാമ്യം തോന്നാം. എങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ്, ടു മേക്ക് റെക്കമെൻഡേഷൻസ് ഫോർ ടേക്കിംഗ് സ്റ്റെപ്പ് against atrocities faced by the backward classes and to ensure justice. അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളും അതിക്രമങ്ങളൊക്കെ നേരിടാറുണ്ട്. അപ്പോൾ ഈ അതിക്രമങ്ങൾ നേരിടുന്ന ഇല്ലെങ്കിൽ പിന്നോക്ക വിഭാഗം നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുക, അവർക്ക് നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ശുപാർശകളൊക്കെ നൽകുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഓക്കെ, ദെൻ
Third point, examine the demands related to backward status ആൻഡ് ഗീവ് സജഷൻസ് ടു ദ ഗവൺമെൻറ്. അപ്പം ഇവരുടെ പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിക്കുക, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. ഇതും ആരുടെ ഉത്തരവാദിത്തമാണ്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസിൻ്റെ ഉത്തരവാദിത്തമാണ്. ലാസ്റ്റ് ഫൈനൽ പോയിന്റ്, ensure the effective implementation of the constitutional provisions and laws for the backward classes. അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങൾക്കായിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, നോക്കുക. എൻഷുവർ ദ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ ദ ബാക്ക്വേർഡ് ക്ലാസസ്. പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളൊക്കെ കാര്യക്ഷമമായിട്ട് നടപ്പിലാവുന്നുണ്ട് ഉറപ്പുവരുത്തുക എന്നുള്ളതും ആരുടെ ചുമതലയാണ്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ ചുമതലയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫംഗ്ഷൻസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇത് പഠിച്ചു വെക്കുക. അപ്പോൾ എല്ലാ കമ്മീഷൻസിൻ്റെയും നമ്മൾ പറഞ്ഞതിൻ്റെ ഒക്കെ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു വെക്കണം. നിലവിൽ വന്ന വർഷം നമ്മൾ പഠിച്ചു വെക്കണം. അതിലെ അംഗങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ അംഗങ്ങൾക്ക് നിയമനം കൊടുക്കുന്നത്, അവരുടെ ഔദ്യോഗിക കാലാവധി മുഴുവൻ നമ്മൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 147 ദ സ്പ്രെഡ് ഓഫ് ഡെമോക്രസി ദ റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ജനാധിപത്യത്തിൻ്റെ വ്യാപനവും സ്ഥാപനങ്ങളുടെ പങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഓരോ സ്ഥാപനങ്ങളും അവരുടെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ചും കൂടി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയുകയാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഓരോ കമ്മീഷൻ്റെ പേര് പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇല്ലെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഭാഗങ്ങളാണ്. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ള ഭാഗം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാഠം ഇത്രത്തോളമാണ് ഉള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ മസ്റ്റായിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക, ചുമതലകളൊക്കെ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. എന്തെങ്കിലും എന്താ പറയുക, ഇനിയുള്ള ഭാഗം ഇങ്ങനെ ഒഴിവാകുന്ന ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗമല്ല, അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. ദെൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഇതിൻ്റെ നോട്ട്സാണ്. പെട്ടെന്ന് തന്നെ എക്സാമിന് മുമ്പായിട്ട് തന്നെ നോട്ടും തരാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ബൈ.